നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളം ഒന്നടങ്കം ആകാംക്ഷയിലാണ്. ഇതുവരെ ഇത്തരത്തിലൊരു ആകാംക്ഷ നിറഞ്ഞ മണിക്കൂറുകളിൽ കൂടി നമ്മൾ പോയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം നമുക്കറിയാം ആര് ജയിച്ചു, ഏത് പാർട്ടിയാണ് ജയിച്ചത് എന്ന ഒരു കാര്യത്തിലൊരു ആകാംക്ഷ നമ്മൾ കേരളീയർക്ക് അല്ലെങ്കിൽ മലയാളികൾക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 3 പേരിൽ ആരാണ് മുഖ്യമന്ത്രി എന്ന ഒരു തീരുമാനം, ആ ഒരു ആകാംക്ഷ, അങ്ങനെ ഒരു ആകാംക്ഷയിലൂടെ കടന്നു പോകുന്ന സാഹചര്യം അത് വിരളമായിട്ട് മാത്രം സംഭവിക്കുന്നതാണ്. അത്തരത്തിലൊരു ആകാംക്ഷയിലൂടെയാണ് ഇപ്പോൾ മലയാളികൾ ഒന്നടങ്കം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി വി.ഡി. സതീശനാണെന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രചാരണം നടക്കുകയാണ്. പല കോൺഗ്രസ് അനുകൂല അക്കൗണ്ടുകളും വി.ഡി. സതീശനെ ഉടൻ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുമെന്ന തരത്തിൽ പോസ്റ്റുകളും കാർഡുകളും ഷെയർ ചെയ്യുന്നുണ്ട്. ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്ക് വിരാമം കുറിച്ച് ഇന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെയും ഇന്ന് വൈകിട്ട് 5:30 അവസാനവട്ട ചർച്ച നടത്തിയ ശേഷം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും എന്നാണ് വിവരം. രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെയൊക്കെ കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ചർച്ചകൾ പൂർത്തിയായി എന്ന് ഉന്നത നേതാക്കന്മാർ വ്യക്തമാക്കിയിരുന്നു. ഇന്ന് ഉച്ചയോടെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ആരുടെ പേരായിരിക്കും ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുക എന്ന ചോദ്യം 11ാം ദിവസം ക്ലൈമാക്സിലേക്ക് കാര്യങ്ങൾ അടുക്കുകയാണോ എന്ന ചോദ്യമൊക്കെ ശക്തമാവുകയാണ്. എന്തായാലും വി.ഡി. സതീശനാണോ എന്ന അത്തരത്തിലാണോ കാര്യങ്ങൾ പോകുന്നത്? വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് വി.ഡി. സതീശന് വേണ്ടി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? വി.ഡി. സതീശനാണോ മുഖ്യമന്ത്രിയാകാൻ പോകുന്നത്, അതോ കെ.സി. ആണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ആര് മുഖ്യമന്ത്രിയായാലും ഒരാളെ മുഖ്യമന്ത്രിയാവുകയുള്ളൂ, ബാക്കി 2 പേരെ എങ്ങനെയാണ് അനുനയിപ്പിക്കുക അതെങ്ങനെയാണ് ഹൈക്കമാൻഡ് ആ ഫോർമുല അവലംബിക്കുന്നത് എന്ന ചോദ്യവുമൊക്കെ ബാക്കിയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം മലയാളി വാർത്ത ജനങ്ങളോട് ഒരു പ്രതികരണം ആരാഞ്ഞിരുന്നു. അവർക്ക് ആരെ മുഖ്യമന്ത്രിയായിട്ട് വേണമെന്ന ചോദ്യമാണ് അവരോട് ഉന്നയിച്ചത്. പലരും വി.ഡി. സതീശന്റെ പേര് തന്നെയാണ് പറഞ്ഞത്. എന്തായാലും അവരുടെ ആ ഒരു പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി നമ്മൾ പോവുകയാണ്. ആരാകണം നമ്മുടെ മുഖ്യമന്ത്രി? വി.ഡി. സതീശൻ. എന്തുകൊണ്ട് വി.ഡി. സതീശൻ? നല്ലൊരു പ്രവർത്തനമായിരുന്നു. കോൺഗ്രസ് അധപ്പതിച്ചു കിടന്ന സമയത്ത് ഇത്രയും നല്ലൊരു ഉന്നതിയിൽ കൊണ്ടുവന്ന ഒരു വ്യക്തിയല്ലേ വി.ഡി. സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രിയാകും. ഈ തമ്മിൽ പോര് കാണുമ്പോ ഒരു നമ്മളോട് ഇതൊക്കെ തന്നിലുള്ള തന്നെ പാർട്ടിയിൽ പണ്ടേ ഉള്ളതാണ്. ഈ പാർട്ടി നശിക്കാൻ പ്രധാന കാരണം അത് തന്നെ. പണ്ടേ ഉള്ള അടിയാണിത്. അപ്പോ ആരെങ്കിലും ഒരാളൊന്ന് സംയമനം പാലിക്കേണ്ടതായിരുന്നു അല്ലേ? ഞാൻ ആകുന്നില്ല, നിങ്ങൾ ആളായിക്കോ എന്ന് പറയേണ്ടതായിരുന്നു ഈ 3 പേരിലല്ലേ? അല്ല, ഇപ്പൊ വി.ഡി. സതീശൻ 3 പേരെന്നുള്ളതല്ല. വി.ഡി. സതീശൻ ആണല്ലോ ഇപ്പൊ എം.എൽ.എ. ആയിട്ട് നിന്ന് മത്സരിച്ച് ജയിച്ചത്. അദ്ദേഹം എം.പി. അല്ലേ? അദ്ദേഹത്തിന് ഇനിയിപ്പോ മന്ത്രിയാവണമെങ്കിൽ തന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ മാറി നിന്ന് വോട്ട് ജയിച്ചാലല്ലേ മന്ത്രിയാവാനൊക്കെ. അതുകൊണ്ട് വി.ഡി. സതീശൻ തന്നെ വരണം. കേരള ജനതയുടെ മൊത്തം അഭിപ്രായം. ചേട്ടാ, വി.ഡി. സതീശനാകണോ, ആർ.സി. ആകണോ, കെ.സി. ആകണോ, ആരാകണം? ആരും കഴിവുള്ളവരില്ല. ഈ 3 പേരും കഴിവില്ല. എവിടെ ഒരു പ്രതിപക്ഷം ആയിട്ട് അവരെന്താണ് സാമ്പത്തിക പരിപാടി ചെയ്തത്? ജനങ്ങൾ നടത്തിട്ട് ജയിപ്പിച്ചല്ല, വേറെ ഒന്നുമില്ല. ഈ ഒരു അടി കാണുമ്പോ, ഈ തമ്മിൽ പോര് കാണുമ്പോ ഒരു വിജയിപ്പിച്ചത് തെറ്റായി പോയെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. ഏത് സംശയം? തീർച്ചയായിട്ടും ഞാൻ ജയിപ്പിച്ചില്ല, ജനങ്ങള് ജയിപ്പിച്ച് തെറ്റായി പോയി. അങ്ങനെ തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോ വി.ഡി. ആർക്കാണ്? നമ്മൾ ആരും പേര് പറയുന്നില്ല. ആരായാലും ആയിക്കോട്ടെ, അവരെ തീരുമാനിക്കും ആരാണ്. എന്നാലും നമുക്കൊരു ആഗ്രഹം ഉണ്ടായില്ല, ഇന്ന വ്യക്തി തന്നെ വരണം. ഇപ്പൊ എല്ലാം ഒരുപോലെ വലിയ വ്യത്യാസം. യഥാർത്ഥ നല്ല പാർട്ടികളൊന്നും എല്ലാം പുറത്തായി പോയി. നല്ല പാർട്ടികളൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല. ഈ ഭരണമാറ്റത്തിൽ സന്തോഷമാണോ, അതോ ഭരണമാറ്റത്തിൽ സന്തോഷമാണോ, അതോ ഭരണം തുടരണമായിരുന്നോ? എന്താണ് അഭിപ്രായം? അത് നല്ല കാര്യം തന്നെ. എന്തെങ്കിലുമൊക്കെ ചെയ്യലാണ്. സ്ത്രീകൾക്ക് തന്നെ ബസ്സിലെ ഫ്രീ കൊടുക്കാൻ പോവാണ്, കംപ്ലീറ്റ് ഫ്രീ. 1. 2, പിന്നെ സ്ത്രീകള് പെൺകുട്ടികൾക്ക്, ഞാൻ അധ്യാപകനാണ്, കോളേജ് പഠിക്കുന്ന പിള്ളേർക്ക് 1000 രൂപ വെച്ചാൽ കൊടുക്കുന്നത് മാസം. ഇപ്പം 12 മാസം ആകുമ്പോൾ 12,000 രൂപ കിട്ടും. 1000 മാസം 1000 രൂപ വെച്ച് കിട്ടുമ്പോൾ ഈ 1000 രൂപ അവരെന്താ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കും. അത് നല്ല ഹാപ്പി ആയിരിക്കും അവർ. തീർച്ചയായിട്ടും ഒരു ദിവസം മുടങ്ങാതെ കോളേജിൽ പോകും, അല്ലെങ്കിൽ സ്കൂളിൽ പോകും. അപ്പൊ അത് നല്ല കാര്യം തന്നെ. പക്ഷെ ശരിക്കും നടക്കുമെന്ന് അറിഞ്ഞൂടാ എന്തായാലും. അപ്പൊ ഈ 3 പേരിൽ ആർക്കാണ് ഒരു മുൻതൂക്കം, ഒരു മുഖ്യമന്ത്രി? ഈ പൊതുജനമൊക്കെ വി.ഡി. ആണ് വരണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ വി.ഡിക്ക് തന്നെയാണ് ജനങ്ങളുമായിട്ട് നല്ല സമ്പർക്കമുണ്ട് പുള്ളി. മറ്റുള്ളവരുമായിട്ട് അധികം ഇല്ല. ഇപ്പം രമേശ് ചെന്നിത്തല വരണമെന്ന് ആഗ്രഹമുണ്ട്, നല്ലതായിരുന്നു. പക്ഷെ പുള്ളിയൊക്കെ ഔട്ടല്ലേ, അവരൊന്നും എടുക്കുന്നില്ലല്ലോ.
നല്ല പാർട്ടികളെല്ലാം ഔട്ടായി പോയി. ഇന്നത്തെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോ നമ്മൾ ആദ്യം തന്നെ ചോദിച്ച വ്യക്തിക്ക് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയാൽ മതി എന്നാണ്. അപ്പോ നമുക്ക് മറ്റ് കുറച്ച് പേരോട് ചോദിക്കാം. വി.ഡി. സതീശൻ എന്തുകൊണ്ട് വി.ഡി. സതീശൻ? അയാളല്ലേ 2021 കഴിഞ്ഞ് പിന്നെ ആ പാർട്ടി ബിൽഡപ്പ് ചെയ്ത് പാർട്ടി നയിച്ചു, പടം നയിച്ചവൻ തന്നെ നാട് ഭരിക്കട്ടെ അല്ലെ? അപ്പോ പെട്ടെന്നൊരു നല്ലൊരു ആഘോഷിക്കേണ്ട സമയമാണ്, വിജയം ആഘോഷിക്കേണ്ട സമയമാണ്. പക്ഷെ വിജയത്തിനൊക്കെ ഒരു തിളക്കമേറ്റില്ലേ ഈ ഒരു അടി? ഒരു മങ്ങി ലൈറ്റാക്കി ഒരുമാതിരി ഒരു മറുപടി തോന്നി. അപ്പോ ഇത് അണികൾക്കൊക്കെ വലിയൊരു പ്രത്യേകിച്ച് കേരളത്തിലെ അണികളെ വിട്ടാൽ കേരളത്തിലെ ജനത്തിന് ഇത് വലിയൊരു വിഷമമായിട്ടുള്ള സാഹചര്യം അല്ലെ? ചിലപ്പോ എന്തുകൊണ്ട് ശരിയാവും. അപ്പോ വി.ഡി. സതീശൻ ഇപ്പൊ ആയില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ആയില്ല എന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ എന്തായിരിക്കും ഒരു പ്രതികരണം? ആയില്ലെങ്കില് പുള്ളിയൊരു നല്ല പാർട്ടി പ്രവർത്തനം വി.ഡി. സതീശൻ തന്നെ ആകണമെന്നാണ് ആഗ്രഹം. താല്പര്യമൊന്നും ഇല്ല, ആരായാലും കുഴപ്പമില്ല. ഭരണമാറ്റത്തിൽ എന്ത് തോന്നുന്നു? ഇതൊരു മുഖ്യമന്ത്രി ആയി നമ്മള് ഭരിക്കുമ്പോഴേ മറ്റു ജനങ്ങളോട് ഒരു നല്ല പെരുമാറ്റം നല്ല. ഇതൊരു മുഖ്യമന്ത്രി ആയിട്ടില്ലല്ലോ, അപ്പൊ ആ ഒരു വിഷമമുണ്ടോ? നമ്മള് ജയിപ്പിച്ചതാണ്, അപ്പൊ ഇതൊരു മുഖ്യമന്ത്രി ഇത് നമ്മളെ ഒരു വോട്ടല്ലേ, ആരായാലും കൊടുക്കുക. ചേച്ചി ആരാകണം മുഖ്യമന്ത്രി? ആരായാലും കുഴപ്പമില്ല. ഇപ്പൊ 3 പേര് മത്സരിക്കുകയാണ് ഈ മുഖ്യമന്ത്രി ആകാൻ വേണ്ടിട്ട്. വി.ഡി. സതീശൻ വരണമെന്നാണ്. എന്തുകൊണ്ടാണ് വി.ഡി. സതീശൻ വരണമെന്ന് ആഗ്രഹിക്കുന്നത്? എല്ലാവരും പറയും നല്ല ആളാണ്. വി.ഡി. സതീശൻ വരണമെന്ന്. ഇപ്പോ സ്ത്രീകൾക്കൊക്കെ സൗജന്യ ബസ് യാത്ര വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ അതൊരു ശമ്പളം പോലും കൊടുക്കാനില്ല, പൈസ കൊടുക്കുന്നില്ല. അപ്പൊ പിന്നെ ആ സൗജന്യമൊന്നും വേണ്ട, പറഞ്ഞെന്നുള്ള ഇതേ ഉള്ളൂ. നല്ല ഒരു പെരുമാറ്റം, നാട് നന്നാക്കണം. പിന്നെ ഒരു ഇതുകൊണ്ട് കൂടെ ഉണ്ട്, അത് നടക്കൂല. മന്ത്രിയെ കൊണ്ട് ഈ കുഞ്ഞു പിള്ളേരെ പീഡിപ്പിക്കുന്ന കേസ്, അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകണം. അത് നിയന്ത്രിക്കണം. അത് മാത്രമേ നല്ലത്. നല്ലതാണ്. നമ്മൾ വോട്ട് ചെയ്ത് നമ്മളെ സൗജന്യ യാത്രയ്ക്കൊക്കെ സഹായിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നിലനിലയിൽ വന്നാൽ നല്ലത് തന്നെ. എന്നു വെച്ചാൽ നമുക്ക് പെണ്ണുങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളൊക്കെ പറയല്ലേ. നല്ല മുഖ്യമന്ത്രി അടി ഇങ്ങനെ കൂടുമ്പോ എങ്ങനെയാണ് സൗജന്യ യാത്രയൊക്കെ നടപ്പിലാക്കുക അല്ലേ? ആരാണ് മുഖ്യമന്ത്രിയാകുന്നുള്ളത് നമുക്ക് തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞു വാർത്തയില്. ആരാകുന്ന കണ്ടു തന്നെ അറിയാമോ ആരാകണം? വി.ഡി. സതീശനുണ്ട്, രമേശ് ചെന്നിത്തലുണ്ട്, കെ.സി. വേണുഗോപാലാണ്. രമേശ് ചെന്നിത്തലക്കാട്ടി സതീശ് വി.ഡി. സതീശൻ വരണമെന്നാണ് ആഗ്രഹം. എന്തുകൊണ്ട് അങ്ങനെ? കാരണം ഇത്തവണ അദ്ദേഹമായിരുന്നു പ്രതിപക്ഷ നേതാവും, അതുപോലെ ഈ ക്യാമ്പയിൻ മുഴുവൻ ലീഡ് ചെയ്ത അദ്ദേഹമല്ലേ. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായി അദ്ദേഹം വരണമെന്നാണ് ആഗ്രഹം. രമേശ് ചെന്നിത്തലയും നല്ല കാൻഡിഡേറ്റ് ആയിരുന്നു. കഴിഞ്ഞ തവണ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. പക്ഷെ അത്തവണ എന്തുകൊണ്ട് ഭാഗ്യക്കേടുകൊണ്ട് അദ്ദേഹം ജയിച്ചില്ല. അപ്പൊ അതുകൊണ്ട് ഇത്തവണ പ്രതിപക്ഷ നേതാവെന്ന നിലയ്ക്കും ക്യാമ്പയിൻ ലീഡ് ചെയ്ത ആളെന്ന നിലയ്ക്കും വി.ഡി. സതീശൻ വേണമെന്നാണ് ആഗ്രഹം. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പൗരൻ എന്ന രീതിയിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പോരിനെ എങ്ങനെ വിലയിരുത്തും? സത്യം പറഞ്ഞ വോട്ട് ചെയ്തവരെ കളിയാക്കുന്ന പോലെയാണ്, ഒരുതരം അവഹേളിക്കുന്ന പോലെയാണ്. കാര്യം എത്ര നേരത്തെ അവർ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനിയും നീണ്ടുപോകുന്നിടത്തോളം വോട്ട് ചെയ്തവർക്ക് ഇതൊരു ഡിസിഷൻ വണ്ടൻ ഡിസിഷൻ ആയിരുന്നു എന്ന് തോന്നുന്നു. അതിപ്പോ ഇപ്പൊ തന്നെ അത് പറഞ്ഞു തുടങ്ങി. അതെ, അങ്ങനെ ഒരു തോന്നൽ വരും. അപ്പൊ വി.ഡി. സതീശൻ നയിക്കട്ടെ. അതെ, ഓൾറെഡി അയാളാണല്ലോ ക്യാമ്പയിൻ ലീഡ് ചെയ്തത്. സോ അദ്ദേഹം വരട്ടെ എന്നാണ് എന്റെ അഭിപ്രായം. ആരാണ് യോഗ്യൻ? അല്ല, അധ്വാനിച്ച ആള് പടം നയിച്ചവൻ. പിന്നെ മറ്റുള്ളവർക്ക് അവരും ഇതിന്റെ നേതാക്കളായിരുന്നു, തള്ളിക്കളയാൻ പറ്റില്ല. അവർക്ക് അവർക്ക് അനുയോജ്യമായ രീതിയിലുള്ള അംഗീകാരം അവർക്ക് കിട്ടണം. ഇപ്പോഴത്തെ നേതാവെന്ന വി.ഡി. സതീശനായിരിക്കും ഉചിതം. പ്രശ്നങ്ങളൊന്നും ഒതുക്കി എത്രയും പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള അടി വലിയൊരു തിളക്കം, ആ ഒരു വിജയത്തിന്റെ തിളക്കം ഒക്കെ നശിപ്പിച്ചിരിക്കുന്നു. അതെല്ലാം പോയി. അതിന്റെ ആൾക്കാർക്ക് ഒരു ആരവം ഉണ്ടായിരുന്നു, അപ്പൊ അതെല്ലാം പോയി. അണികൾക്ക് വരെ ഒരു നിരാശയായിട്ട് മാറി. അണികൾക്കെല്ലാം നിരാശയായി. അപ്പൊ ഈ 3 പേരിൽ ആരാണ് ശരിക്കും മാറി നിൽക്കേണ്ടത്? ഒന്ന് മാറി നിൽക്കാനുള്ള ഒരു മനസ്സ് കാണിക്കേണ്ടത് ആരായിരുന്നു? ഇതിപ്പോ ഈ MP എന്നുള്ളതിലേക്ക് ആരും ഇലക്ഷന് സമീപിക്കണമെന്നൊരു ഇതുണ്ടായിരുന്നല്ലോ. അപ്പൊ അവരൊക്കെ മാറി നിന്ന് കൊടുക്കുക, ബാക്കിയുള്ളവർ നിൽക്കട്ടെ, ബാക്കിയുള്ള ആൾക്കാർ വരട്ടെ എന്നേ പറയാനുള്ളൂ.
അവർ മാറിയിരിക്കുന്നതാണ് നല്ലത്. മാറി എന്നിട്ട് അവര് ഇതിന്റെ ബാക്കി കൺട്രോളിങ് എല്ലാം അവർ ചെയ്യുന്നതാണ് നല്ലത്. ഒരു പൗരൻ എന്ന രീതിയിൽ ഈ മുഖ്യമന്ത്രി പദത്തിലേക്ക് ആളെ നിയമിക്കുന്നത് വൈകുന്നതിൽ എന്താണ് തോന്നുന്നത്? ഈ പോരൊക്കെ കാണുമ്പോ എന്ത് തോന്നുന്നു ഒരു പൗരൻ എന്ന നിലയിൽ? വോട്ട് ചെയ്ത ആൾക്കാർക്ക് മടുപ്പായി കഴിഞ്ഞല്ലോ. ഇലക്ഷൻ ഇനി ആരും പോകുമെന്നൊരു തോന്നാത്ത അവസ്ഥയിലാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. അവര് തന്നെ തീരുമാനിക്കട്ടെ. ഇല്ലെങ്കിൽ ഇനി ഒരു സൊല്യൂഷൻ, എന്റെ സൊല്യൂഷൻ ഞാൻ പറയാം, പ്രിയങ്ക ഗാന്ധിയെ മുഖ്യമന്ത്രിയാക്കുക. അപ്പൊ അവരെ അടികളെല്ലാം മാറും. ഇല്ലെങ്കിൽ കെ മുരളീധരൻ സാറിനെ ആക്കുക. അടിയൊന്നും മാറും. അതാണ് നല്ലത്. ഏറ്റവും നല്ലത് മുരളീധരൻ ചെയ്യാക്കുന്നത്. നല്ല ഫൈറ്റിംഗ് നടന്ന് ജയിച്ച ആളെ പുള്ളി അടികൂടാൻ വന്നിട്ടില്ല. ഇല്ല, മുരളീധരൻ സാറാണ് ഏറ്റവും നല്ലത്. അതങ്ങ് നിയമിക്കുന്നതാണ് ഏറ്റവും അവരടി തീരട്ടെ, എന്നിട്ട് അവര് തന്നെ തീരുമാനിക്കും. നമ്മൾ വോട്ട് ചെയ്തതാണ്, നമ്മളാണ് വിജയിപ്പിച്ചു വിട്ടത്. അപ്പോ നമുക്ക് പറയാനുള്ളൊരു അവകാശമുണ്ട്. ആർക്കാണ് ഒരു മുൻതൂക്കം? പ്രത്യേകിച്ച് ആരും ആകണമെന്നില്ല. അപ്പൊ ഭരണമാറ്റത്തേക്ക് എങ്ങനെ വിലയിരുത്തുന്നു? അതും പ്രത്യേകിച്ച്. ചേച്ചി, മുഖ്യമന്ത്രിയായിട്ട് ആര് വേണം? ആര് വരണം? രമേശ് ചെന്നിത്തല. എന്തുകൊണ്ട് രമേശ് ചെന്നിത്തല? അയാളൊരു നല്ല വ്യക്തിയാണ്. അതുകൊണ്ട് അയാൾ അപ്പൊ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നു 5 വർഷം. ആൾക്കാണ് ഒരു മുൻതൂക്കം ഉള്ളത്. അപ്പോ ആരായാലും കുഴപ്പമില്ല, രമേശ് ചെന്നിത്തല വരണമെന്നാണ്. ഈ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്രയൊക്കെ പറഞ്ഞിരുന്നു, അതിനെപ്പറ്റി എന്ത് തോന്നുന്നു? നടപ്പിലാ? അത് ബസ് യാത്ര കൊടുക്കുമായിരിക്കും. ഇപ്പൊ നമുക്ക് ബസ് യാത്രയുടെ ആവശ്യമില്ല. ഇപ്പൊ അവർക്ക് KSRTC നഷ്ടത്തിലല്ലേ ഓടുന്നത്. എന്റെ അഭിപ്രായത്തില് സ്ത്രീകൾക്ക് അങ്ങനെ ബസ് യാത്ര സൗജന്യമായിട്ട് സ്ത്രീകൾക്ക് എന്നല്ല ആർക്കും കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഇത്രയും സൗജന്യമായിട്ട് കൊടുക്കുമ്പോ അവരെ ഒന്നാമതിപ്പം ഖജനാവ് കാലിയാണ്. അതുകൊണ്ട് ഇനിയിപ്പോ അത് കൊടുക്കണ്ടെന്നാണ് എന്റെ അഭിപ്രായം, എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇപ്പൊ അത് തന്നെ അവർക്ക് എത്ര കോടി നഷ്ടമാവും ഇത്രയും ആൾക്കാർക്ക് സ്ത്രീ ആയിട്ട്. അപ്പൊ എന്തായാലും അവർക്ക് പൈസ ഉള്ളത് ഗവൺമെന്റ് ജോലിക്കാർ അവരെല്ലാവർക്കും പൈസ ഉള്ളവരല്ലേ. ഇപ്പൊ 10 രൂപ ആയിരിക്കും, അല്ലെങ്കിൽ 20 രൂപ ആയിരിക്കും. ബസ്സിന്റെ പൈസ അവർ കൊടുത്തു പോട്ടെ. അതാണ് എന്റെ അഭിപ്രായം. ചേച്ചിക്ക് ആരാകണം? അഭിപ്രായമൊന്നുമില്ല, കുഴപ്പമില്ല. ആരാകണം നമ്മുടെ മുഖ്യമന്ത്രി? 3 പേര് തമ്മിൽ പോരാണ്. അതിന് സംശയം തോന്നുന്നു. എന്തുകൊണ്ട് വി ഡി സതീശൻ? 5 വർഷം കോൺഗ്രസ് തകർന്നടിഞ്ഞ് കിടന്നപ്പോ കോൺഗ്രസിനെ ഇന്ന് കാണുന്ന ഈ UDF 1 or 2 സീറ്റ്സ് ആക്കിയത് UDF ടീമാണ്. പക്ഷെ VD ആണ് അത് മുന്നിൽ നിന്ന് നയിച്ചത്. പിന്നെ 3 or 4 ബൈ ഇലക്ഷൻസ് കണ്ടിന്യൂസ്ലി വിൻ ചെയ്തു. എക്സിറ്റ് പോൾസിന് പോലും പറയാൻ പറ്റാത്ത അത്രയും സീറ്റ് കിട്ടി. എക്സിറ്റ് പോൾസ് പോലും അറൌണ്ട് 80 പറഞ്ഞപ്പോ മോർ ദാൻ 100 പോയി. പിന്നെ VD ഒരു നല്ല റീഡിങ് ഹാബിറ്റ് ഉള്ള ഒരാളാണ്, ഒരു വിഷൻ ഉള്ള ഒരാളാണ്. പിന്നെ ഈ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ അറിയാം. അപ്പൊ VD തന്നെ ആവണം. അതിനിപ്പം കേരള ജനതയ്ക്ക് ഒരു സംശയമില്ല. കോൺഗ്രസിനാണ് സംശയം, നേതൃത്വത്തിനാണ്. കേരള ജനത മാൻഡേറ്റ് കൊടുത്തു കഴിഞ്ഞു. അപ്പൊ VDയുടെ പേര് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി VD അല്ല എന്നാണെങ്കിൽ എന്ത് തോന്നുന്നു? VD അല്ലെങ്കിൽ ഇപ്പൊ എന്ത് തോന്നാൻ നമുക്ക് അതിന് പ്രശ്നമൊന്നുമില്ല. VD അല്ലെങ്കിൽ മറ്റൊരാള്. പക്ഷെ എന്റെ ഒരു ചോയ്സ് VD ആണ്. രമേശ് ജി ആണെങ്കിലും സീനിയർ ആണ്. കഴിഞ്ഞ പ്രാവശ്യം ചീഫ് മിനിസ്റ്റർ ആകേണ്ട ആളാണ്. പക്ഷെ ആ ഒരു കോവിഡിന്റെ ഒക്കെ ആ ഒരു കാര്യത്തില് LDFന്റെ ഗ്രാഫ് കുറച്ച് ഉയർന്നപ്പോ പറ്റിപ്പോയതാണ്. രമേശ് ജി ആണെങ്കിലും കുഴപ്പമില്ല. ആരാകണം കേരളത്തിന്റെ മുഖ്യമന്ത്രി? വി.ഡി. സതീശൻ. എന്തുകൊണ്ട്? ഇന്ന് ഈ മരണശൈലിയിൽ കിടന്ന കോൺഗ്രസിന് ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്നത് വി.ഡി. സതീശനാണ്. അധ്വാനിച്ചവന് ഫലം കിട്ടണം. അദ്ദേഹം കോൺഗ്രസിന്റെ ജീവാത്മാവും പരമാത്മാവുമാണ്. പാർട്ടിക്ക് വേണ്ടി അങ്ങേറ്റം അധ്വാനിച്ച ആളാണ്. അതുകൊണ്ട് വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഈ തമ്മിലടി കാണുമ്പോ എന്ത് തോന്നുന്നു? നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരാണ് ഈ തമ്മിലടിക്കുന്നത്. അപ്പൊ എന്ത് തോന്നുന്നു അത് കാണുമ്പോ? വളരെയധികം വിഷമം തോന്നുന്നു. വിഷമമുണ്ട്. കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും വിഷമമുണ്ട്. പാർട്ടി വ്യത്യാസമുണ്ട്. ഇതിലും ഭേദം LDF സർക്കാരാണെന്ന് തോന്നലുണ്ടോ? അതൊരിക്കലും ഇല്ല. ആരാകണം നമ്മുടെ മുഖ്യമന്ത്രി? എന്തുകൊണ്ട്? നിലപാടുകളുടെ രാജകുമാരനായതുകൊണ്ട്. KC-യും RC-യും ഒക്കെ ഈ ഒരു മത്സരത്തിൽ നിന്ന് സ്വയമേ പിന്മാറേണ്ട സമയം കഴിഞ്ഞില്ല, അങ്ങനെ തോന്നുന്നുണ്ടോ? തീർച്ചയായും ഇത്രയും വലിയൊരു നീട്ടല് ആവശ്യമില്ലായിരുന്നു. ഒന്ന് മാറിക്കൊടുക്കാമായിരുന്നു. RC-യിലാരും എനിക്കറിയില്ല. KC ഒരു ഇതുമില്ലാത്തൊരു മനുഷ്യൻ. ഇവിടെ ഇപ്പൊ ഇലക്ഷൻ വന്നാൽ 2 ഇലക്ഷൻ വരില്ലേ? ചെലവ് നമ്മളെ പോലുള്ളവരുടെ തലയിലല്ലേ? അപ്പൊ നേരത്തെ തന്നെ വേണമെങ്കിൽ അത് തീർച്ചയായും പുള്ളിയുടെ നിലപാട് അങ്ങനെ ആയിരുന്നല്ലോ. പുള്ളി ഇപ്പൊ മാറ്റി പറഞ്ഞല്ലോ. നേതൃത്വം ഒരു അലംഭാവം കാണിക്കുന്നു.
നേതൃത്വം ഒരു അലംഭാവം കാണിക്കുന്നുണ്ടോ തോന്നുന്നുണ്ടോ ഈ ഒരു വിഷയത്തില് വല്ലാതെ അതുകൊണ്ടാണല്ലോ നീണ്ടു പോണത്. മുഖ്യമന്ത്രിയില്ല, ഒന്നുമില്ല. നമ്മൾ അനാഥ നമ്മൾ അനാഥൻ. തെരഞ്ഞെടുത്ത ജനങ്ങൾ വേണം പറയാനുള്ള. അങ്ങനെ ജനം പറഞ്ഞു തുടങ്ങി ഇപ്പോഴേ പറഞ്ഞു തുടങ്ങി. ഈ പോര് കാണുമ്പോ എന്ത് തോന്നുന്നു? ഈ പോര് തമ്മിലടിയൊക്കെ കാണുമ്പോ തമ്മിലടിയിലും ഉണ്ട്, തമ്മിലടിയിലും ഉള്ളു. അദ്ദേഹം കിട്ടുമ്പോൾ തമ്മിലടി. എത്രയും പെട്ടെന്ന് തീരുമാനമാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത്. എന്ന് വരും ആരാകണമെന്നാണ് തോന്നുന്നത്? ഈ RC VD കേസ് നിൽക്കുമ്പോ ആരാകണം എന്നാണ്? ആരാകാനാണ് സാധ്യത? തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരെന്ന് ഒരാളെ തെരഞ്ഞെടുക്കണം. MLA-മാർ. അപ്പൊ VD-ക്കാണ് മുൻതൂക്കം. ആരൊക്കെ ചെന്നിത്തലയിലേക്ക് കൂടെ സീനാറ്റി ഉണ്ട്. അതീശ അയോഗ്യനൊക്കെ. അപ്പൊ എന്തായാലും നമ്മളിപ്പോ ഒരുപാട് പേരോട് അഭിപ്രായം ആരാഞ്ഞു. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുകയാണ് VD സതീശൻ തന്നെ മുഖ്യമന്ത്രി ആകണമെന്നാണ്. അപ്പോ ജനങ്ങൾക്കൊക്കെ, അതായത് ജനങ്ങൾക്കിടയിലെ ഒരു നിലപാടുകളുടെ രാജകുമാരൻ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്നതിലുപരി അദ്ദേഹം ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തണമെന്ന ഒരു ചിത്രം ഇതിനോടകം തന്നെ ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണ് ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം? ആരാണ് ഇനി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകാൻ പോകുന്ന വ്യക്തി ആരാണ് എന്നതൊക്കെ ഇനി എന്തായാലും കാത്തിരുന്ന് കാണാം. ജനങ്ങളുടെ ഒരു അഭിപ്രായം ഇതാണ്.